ഞാൻ പറയുന്നു, നോട്ട്സ് പറയുമ്പോൾ സാധാരണക്കാരൊക്കെ പറയും ആ ദിലീപിൻ്റെ പുതിയ പടമുണ്ടല്ലോ, അഭിനേതിയുടെ പടം കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്, ഫാമിലിയായിട്ട് കാണാത്തൊരു പടമാണ് എന്ന് പറയും എന്ന് എനിക്കൊരു ഉൾവിളി തോന്നുന്നുണ്ട്. അല്ലാതെ ഞാൻ ഫിലിമും കിടുങ്ങുമെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു കഥാപാത്രം അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന് ഒപ്പമോ അതിനേക്കാളും മുകളിലുള്ള പ്രേക്ഷകരുള്ളിൽ കയറുന്ന ഇപ്പം പറക്കുതളിയാണ്, മുത്ത, കാര്യസ്ഥൻ, പഞ്ചാബി ഹൗസ്, ഇതിലെല്ലാം അദ്ദേഹത്തിന്റെ ഒപ്പം അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. ഇതില് ജോണിച്ചേട്ടന്റെ ക്യാരക്ടർ എങ്ങനെയാണ് ത്രൂട്ട് നിൽക്കുന്നതാണോ അത് എന്താണ് അതിന്റെ ഒരു? ആദ്യമേ ദിലീപിനോട് പറഞ്ഞിരുന്നു ഒരിക്കലും എന്റെ മോളിൽ നിൽക്കരുത്, ഒരു വഴിക്ക് ഒരു നില കണ്ടു നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ കൺട്രോളായിട്ടുള്ള ലെവലിയാണ് കാഴ്ച പടം കണ്ടാൽ മനസ്സിലാവും. വളരെ അത് വിനീതന്നെ അല്പം പോലും കൺട്രോൾ എന്നുള്ളത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥ. കാരണം ഞാൻ ഈ കൊച്ചിയിൽ തന്നെ ഒരുപാട് ഫ്ലാറ്റുകളിൽ താമസിച്ചിട്ടുണ്ട്. എനിക്കത് ഏറ്റവും ഞാൻ സൗഹൃദം സൂക്ഷിക്കുന്ന സെക്യൂരിറ്റി ജീവനക്കാരുമായിട്ടാണ്. കാരണം മിക്കവാറും കണ്ടിട്ടുണ്ടോ 55-60 വയസ്സായവരായിരിക്കും സെക്യൂരിറ്റീസ്. ഇവർക്കും വീടുണ്ട്. രാത്രി കാലങ്ങളിൽ അവർ ഉറക്കളച്ചായിരിക്കുന്നത്. ജോണി ചെയ്യുന്ന വേഷത്തിനെ കുറിച്ചാണ് പറയുന്നത്. അല്ല കേൾക്കൂ, അപ്പൊ ഞാൻ പറഞ്ഞ ദിലീപ് സെക്യൂരിറ്റി അല്ല, ദിലീപ് കേട്ടേക്കലും ദിലീപിനകത്ത് നന്മ ചെയ്യുന്നതാണ്. ഞാൻ രാവിലെ പറഞ്ഞ രാത്രി പകലെനിക്ക് ചങ്ങാട് കേട്ടി പോകേണ്ടതുകൊണ്ട് ദിലീപ് രാത്രി സെക്യൂരിറ്റി ആയിട്ട് ചോദിക്കുന്നു. അവിടെ ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. അതുകൊണ്ട് ഞാൻ നോക്കിയത് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. എൻ്റെ സീൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി, ദിലീപായിട്ടുള്ള കോമ്പിനേഷൻ ഇഷ്ടമായിട്ട് തോന്നി. പിന്നെ ഞാൻ ചിലപ്പോൾ ആലോചിക്കും, ഒരു ദിലീപിനെ വെച്ച് കുറേ സിനിമകൾ സംവിധാനം ചെയ്തു, ഇപ്പോൾ അദ്ദേഹത്തിനോട് അഭിനയിക്കാൻ കഴിയുന്നു. അത് ഈ പറഞ്ഞ പോലെ കൂടെ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോരുത്തരും ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അത്രയൊന്നും ആയിട്ടില്ലെങ്കിലും നാളെ ചിലപ്പോൾ എന്നെക്കുറിച്ചും അങ്ങനെ പറയാം. അങ്ങനെയാണല്ലോ കാലം, ചരിത്രം. അങ്ങനെ ഉണ്ടാവട്ടെ. എന്തായാലും പവി കേട്ടെങ്കിലും ഞാൻ വളരെ ഹാപ്പിയാണ്. ഒരു കാര്യം ഞാൻ പറയുന്നു, നോട്ട്സ് പറയുമ്പോൾ സാധാരണക്കാരൊക്കെ പറയും ആ ദിലീപിൻ്റെ പുതിയ പടമുണ്ടല്ലോ, അഭിനേതിയുടെ പടം കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്, ഫാമിലിയായിട്ട് കാണാത്തൊരു പടമാണ് എന്ന് പറയും എന്ന് എനിക്കൊരു ഉൾവിളി തോന്നുന്നുണ്ട്. അല്ലാതെ ഞാൻ ഫിലിമും കിടുങ്ങുമെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം അല്ല എനിക്ക് കാരണം വിനീതേട്ടാ, ജോണിച്ചേട്ടനും ദിലീപേട്ടനും ഒന്നിച്ച സിനിമയെക്കുറിച്ച് നമ്മൾ ഇന്നും ഇവിടെ സംസാരിച്ചല്ലോ. അപ്പം ലൊക്കേഷനിലെ ജോണിച്ചേട്ടൻ്റെ സാന്നിധ്യം ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അനുകൂലമായിട്ട് വന്നിട്ടുണ്ടോ സംവിധാനത്തിൽ? അല്ല, അത് ജോണിച്ചേട്ടൻ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സംവിധായകൻ നടനാവുമ്പോൾ നമുക്ക് കാര്യങ്ങൾ എളുപ്പമല്ലേ. ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഒരു സീൻ വായിച്ചു കഴിയുമ്പോൾ തന്നെ ജോണിച്ചേട്ടൻ അറിയാതെ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ മനസ്സിൽ കണ്ട കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് എനിക്ക് മാറ്റണം എന്ന് തോന്നിയാൽ ഞാൻ പറഞ്ഞ അപ്പം തന്നെ അത് ജോണിച്ചേട്ടൻ അതിനേക്കാൾ ഇരട്ടി തരും, അല്ലെങ്കിൽ കുഞ്ഞെ അതങ്ങനല്ല എന്ന് പറഞ്ഞു തരും. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു ഷെയറാണ്. എനിക്ക് അദ്ദേഹത്തിൽ നിന്നും മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ കാര്യങ്ങൾ ഭയങ്കര ഹെൽപ്ഫുൾ അല്ലേ. ധോണി കുഞ്ഞേ എന്നൊക്കെയാണ് ഇപ്പൊ വിളിക്കുന്നത്. പണ്ട് മോനേനെ കുറിച്ചപ്പോ വേറെ എന്തോ ഒരു കുഴപ്പങ്ങൾ അല്ലേ. ദിലീപേട്ട 26-ാം തീയതി ഇലക്ഷനുമാണ് ഈ സിനിമ ഇറങ്ങുവാണ്. അപ്പോൾ ഒരുപാട് രണ്ടിന് ഒരു വളരെ നിർണായകമായ ദിവസമാണ്. അപ്പം ഇനി കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനായിട്ടുള്ളത്? പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഏപ്രിൽ 26-ാം തീയതി നിങ്ങളുടെ അടുത്ത തിയേറ്ററിലേക്ക് പവി കെയർടേക്കർ വരികയാണ്. നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുമ്പോൾ പവി കെയർടേക്കറെ മറക്കാതിരിക്കുക. നിങ്ങളുടെ എന്താ പറയുക, സ്നേഹത്തിൻ്റെ ഒരു കയ്യൊപ്പ്, എന്താ അല്ല അങ്ങനെയല്ലേ പറയാ ജോണി, ഒരു തലോടൽ ഞങ്ങൾക്ക് തരിക, ഞങ്ങളെ അനുഗ്രഹിക്കുക. പവി കെയർടേക്കറിനെ ഒരു വലിയ വിജയമാക്കി തീർക്കാൻ നിങ്ങളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് എ ലോട്ട്. അല്ലേ? താങ്ക് യു.